ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ അടുക്കളയിലെത്തി കേട്ടോ. ഇന്ന് പിള്ളേർക്കാണെങ്കിൽ ചോറും കറിയാണ് ഞാൻ സാധാരണ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണയായിട്ട് ചോറ് നമ്മൾ റൈസ് കുക്കറിൽ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയെ. രാവിലെ ഞാൻ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേനും ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കൊക്കെ വളമായിട്ട് നമ്മുടെ വീട്ടിലുള്ള പഴുത്തൊലിയും അതുപോലെ തന്നെ സവാളയുടെയും പച്ചക്കറികളുടെയൊക്കെ തോലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ട് അല്പം കഞ്ഞിവെള്ളത്തിലിട്ട് നന്നായിട്ട് പുളിപ്പിച്ച് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ തിരക്കായിരിക്കും. ഏകദേശം ഒരു 6 മണി മുതൽ 8 മണി വരെ കേട്ടോ. കാരണം നമ്മൾ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ. അതിനുള്ള തിരക്കും ഓട്ടപ്പാച്ചിലുമാണേ. അതിനിടയ്ക്കാണ് ഞാൻ കറിവേപ്പില എടുക്കാൻ ഓടിയത് കേട്ടോ. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു മഞ്ഞ് നിങ്ങളിവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് കുറച്ച് അടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അടയ്ക്ക നമ്മൾ കൊടുത്തു. അതിൻ്റെ മിച്ചമുള്ളത് പഴുത്ത അടക്കകൾ നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ ഉണക്കാനിട്ടിരിക്കുന്നതാണ്. നല്ല മഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നേരത്തെ ഏകദേശം ഒരു 5:30 ആയപ്പോൾ നിങ്ങൾ ജനലിക്കൂടെ നോക്കുമ്പോൾ മഞ്ഞത്ത് ഇങ്ങനെ എന്താ പറയുക, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലായിരുന്നേ. ഞാനിങ്ങനെ ചെടികളിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ മഞ്ഞിൻ്റെ വെള്ളത്തിൽ എല്ലാവരും നല്ല കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് നമ്മളെക്കാളും നേരത്തെ നല്ല രീതിയിൽ നിൽക്കുക കേട്ടോ. നല്ല മഞ്ഞുണ്ട്. പിന്നെ കിളികളുടെയൊക്കെ ഈ കേൾക്കുന്ന ഒച്ചയൊക്കെ ഇങ്ങനെ സുലഭമായി കേൾക്കാം കേട്ടോ. രാവിലെ ഇവിടെ നിറച്ചും കിളികളും പക്ഷികളും മയിലും കുരങ്ങും കടുവയും കാട്ടാന മാത്രം വന്നിട്ടില്ല കേട്ടോ ഇങ്ങോട്ടെ. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ അതേപോലത്തെ ഒരു നല്ല ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഇത്. ഞങ്ങൾ ബട്ടർ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വിത്ത് മുളപ്പിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളും പച്ചക്കറികളുടെ ഇടയ്ക്ക് കുറച്ച് കറ്റാവാഴയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നോക്കി തലോടി ഞാൻ നോക്കുമ്പോഴത്തേനും അയ്യോ, എന്താ കറിവേപ്പില പറിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞി വെച്ചിട്ടല്ലേ പോയേ, നന്നായിട്ട് തിളച്ച് ഇപ്പം ഗ്യാസ് അടുപ്പിലേക്ക് വീഴുമെന്നുള്ള പരിവായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വെളിച്ചെണ്ണ കുപ്പിയാണേ. നേരത്തെ വേറൊരു ബോട്ടിലായിരുന്നു. അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടയായി പോവും. ഇവിടെ വയനാട്ടിൽ കട്ടയാവും. അതുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ കുറച്ച് വായവട്ടമുള്ള പാത്രത്തിൽ വെച്ചേക്കാം. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഉപ്പുമാവിൻ്റെ റവ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി തന്നെ എണ്ണ ഒഴിച്ചു അതിനകത്തൊരു കടുകും പിന്നെ കുറച്ച് ഉഴുന്നും ഞാനിടും കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി. പിന്നെ നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ സവാള, കറിവേപ്പില, പച്ചമുളക് ഇവയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ മറ്റേ അടുപ്പിൽ കുറച്ച് മോരുകറി പോലെ താളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിന് ഞങ്ങൾ തേങ്ങ കൂടി ഇടുവേ. ഏകദേശം ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും തേങ്ങയിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഉപ്പിട്ട്. ഇതാണ് ഗോതമ്പ് റവയാണ് കേട്ടോ. അതായത് നമ്മുടെ ഗോതമ്പ് നുറുക്കെന്ന് പറയില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ തരികളായിട്ടുള്ള നമ്മുടെ റവ പോലെയുള്ള ആ സമയം കൊണ്ട് ഈ അടുപ്പിൽ ഞാൻ പാലും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തോരനുള്ള നമ്മുടെ ക്യാബേജ് ഇതേപോലെ അരിഞ്ഞിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മോരുകറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാൽ ഏകദേശം വന്നു. പാല് തിളച്ച് റെഡി ആയിട്ടോ. അപ്പം ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും എല്ലാം റെഡിയായി പിള്ളേരെ വിടും. അതിനുശേഷം 9 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ ജിമ്മിൽ പോകും കേട്ടോ. ഞാൻ റീമുടിയാണ് ജിമ്മിൽ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് 9 മണി to 10:30 ജിമ്മിൻ്റെ ടൈം. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകും. പിന്നെ തിരിച്ച് വന്നിട്ടുള്ള മേളയാണ് കേട്ടോ. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചക്കറികളുടെ ഇടയ്ക്കൊക്കെ നോക്കി, അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് ഏകദേശം വൈകുന്നേരമാണ് നോക്കുമ്പോൾ കുറച്ച് വിരുന്നുകാരി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ വീഡിയോസ് ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ.